അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലർവില്ല പാഠപുസ്തകത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കൂട്ടുകാരെ, ഹംസ് എന്ന അക്ഷരം എഴുതാൻ നാം നേരത്തെ പഠിച്ചതാണ്. എങ്കിലും ഹംസ് എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം സംസാരിക്കുന്നത്. ഇത് നോക്കൂ, ഇത് മൂന്നും ഹംസ തന്നെയാണ്. പക്ഷേ ഇത് മൂന്നും എഴുതിയത് മൂന്ന് രൂപത്തിലാണ്. ഒന്നാമത്തെ ഹംസ ഒരു യാഇൻ്റെ മുകളിലാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തേത് അലിഫിൻ്റെ മുകളിലാണ്. മൂന്നാമത്തേതാണെങ്കിൽ വാവിൻ്റെ മുകളിലാണ് എഴുതിയിട്ടുള്ളത്. മൂന്നും ഉച്ചരിക്കേണ്ടത് ഒരേപോലെയാണെങ്കിലും എഴുതുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിലാണ് എഴുതേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. നിങ്ങൾ കാണുന്നത് ഒരു കിണറാണ്. അറബിയിൽ ഇതിന് ബിഇർ എന്നാണ് പറയുന്നത്. ബിഇർ എന്ന് എഴുതിയപ്പോൾ അതിൻ്റെ നടുവിലുള്ള അക്ഷരം സുക്കൂനുള്ള ഹംസയാണ്. അത് എഴുതിയതോ യാഇൻ്റെ മുകളിലുമാണ്. എന്തുകൊണ്ടാണ് യാഇൻ്റെ മുകളിൽ സുക്കൂനുള്ള ഹംസ എഴുതിയത് എന്നറിയാമോ? കസുറുള്ള അക്ഷരങ്ങൾക്ക് ശേഷമാണ് സുക്കൂനുള്ള ഹംസ വരുന്നത് എങ്കിൽ യാഇൻ്റെ മുകളിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഈ ചിത്രം നോക്കൂ. ഒരു മനുഷ്യന്റെ തലയാണ് കാണുന്നത്. അറബിയിൽ ഇതിന് റഅ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നടുവിലെ അക്ഷരം സുക്കൂനുള്ള ഹംസയാണ്. ഫത്ഹുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനുള്ള ഹംസ വരുമ്പോൾ ആ ഹംസ എഴുതേണ്ടത് അലിഫിന്റെ മുകളിലാണ്. എന്നാൽ ഈ ചിത്രം നോക്കൂ. ഒരു മുത്താണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ലുഅ്ലുഅ എന്നാണ് അറബിയിൽ മുത്തിന് പറയുന്നത്. ഇവിടെ ചുവന്ന നിറത്തിൽ വാവിന്റെ മുകളിൽ സുക്കൂനുള്ള ഹംസ കാണാം. എന്തുകൊണ്ടാണ് വാവിന് മുകളിൽ സുക്കൂനുള്ള ഹംസ എഴുതിയത്? തൊട്ട് മുമ്പിൽ ലമ്മുള്ള അക്ഷരമാണ്. ലമ്മുള്ള അക്ഷരത്തിന്റെ ശേഷം സുക്കൂനുള്ള ഹംസ വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സുക്കൂനുള്ള ഹംസ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിച്ചത്. എഴുതുമ്പോൾ ഇത് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൂട്ടുകാരെ, ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നാം വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നു കൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു മാതൃകയാണത്. മാത്രമല്ല, ആരോഗ്യപരമായി നമുക്കതുകൊണ്ട് വലിയ ഗുണവുമുണ്ട്. അതോടൊപ്പം തന്നെ നാം കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളപാത്രം നമ്മുടെ വലത് കൈകൊണ്ട് പിടിച്ചുകൊണ്ടാണ് നാം വായിലേക്ക് ഒഴിച്ചു കുടിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.